എം ചടയൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ആഘോഷവും ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഉള്ളിയേരിയിൽ നടന്നു. പരിപാടി മുൻ എംഎൽഎ യു.സി. രാമൻ ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച സാമൂഹിക മൂല്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാൻ നാം ജാഗ്രത പാലിക്കണമെന്ന് യു.സി. രാമൻ പറഞ്ഞു. ഓഫീസ് ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോരോത്ത് നിർവഹിച്ചു. അയ്യങ്കാളി എന്ന് നമ്മളിങ്ങനെ പറയുകയും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇന്ന് ആവേശം കൊണ്ടുപോയി ചെയ്യുമ്പോഴും അയ്യങ്കാളിയുടെ പേരിൽ അംബേദ്കറുടെ പേരിലൊക്കെയാണ് അനുസ്മരണ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ നമ്മൾ കൊല്ലത്തിൽ 2, 3, 4 തവണ ജയന്തിയിലും അതേപോലെ സമാധിയിലുമൊക്കെ നടത്താറുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇളം തലമുറയോട് അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെ ഒക്കെ മഹത്വങ്ങൾ പറയുകയും അവരുടെയൊക്കെ പ്രവർത്തന ഫലമായി നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഗുണകരമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഇങ്ങനെ അക്കമിട്ട് ഇളം തലമുറയോട് പറയാൻ നമുക്കിന്ന് കഴിയുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇപ്പുറത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഭരണ ദല്ലാളന്മാർ സ്വാഭാവികമായി പ്രാചീന കാലത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തുണ്ടായിരുന്ന ജാതീയമായ വ്യവസ്ഥിതിയേക്കാൾ മോശമായ രൂപത്തിൽ നമ്മെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുമുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന വേളയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ കാലയളവിൽ ഓരോ അയ്യങ്കാളിമാരായും അംബേദ്കർമാരായും ഒക്കെ നാം വീണ്ടും ഉയർത്തിയെഴുന്നേൽക്കേണ്ട സന്ദർഭമാണ്. അയ്യങ്കാളിയുടെ ഫോട്ടോയിൽ പത്രപ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ട്രസ്റ്റ് ചെയർമാൻ വി.എം. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പി. കോയ നാറാത്ത്, റഹീം എടത്തിൽ, ഒ.ഇ. ശശീന്ദ്രൻ, എ.എം. സരിത, ഇറീജ, ഒ.സി. രാജൻ, അശോകൻ ബാലുശ്ശേരി, ഷനീഷ് കൂരാച്ചുണ്ട്, ദീപ മുണ്ടോത്ത്, കൺവീനർ പി.എം. രതീഷ്, ട്രഷറർ വിനോദ് കെ. പൂനത്ത് എന്നിവർ സംസാരിച്ചു.